പിൻവലിക്കുക സർക്കാരെ. വ്യാപാരികം സിന്ദാബാദ്, വ്യാപാരികം സിന്ദാബാദ്, വ്യാപാരികം സിന്ദാബാദ്, വ്യാപാരികം സിന്ദാബാദ്, വ്യവസായികം സിന്ദാബാദ്, വ്യവസായികം സിന്ദാബാദ്, വ്യവസായികം സിന്ദാബാദ്, വ്യവസായികം സിന്ദാബാദ്. സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ, സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ, സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ കേരള സർക്കാർ, കേരള സർക്കാർ, കേരള സർക്കാർ. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കറണ്ട് ചാർജ് കൂട്ടുന്നു, കറണ്ട് ചാർജ് കൂട്ടുന്നു, പ്രതികരിക്കുക, പ്രതികരിക്കുക. കേരള ജനത പെരുവഴിയിലായി, കേരള ജനത പെരുവഴിയിലായി. എന്നിട്ടും മതിയായില്ലേ, എന്നിട്ടും. വ്യാപാരികള് നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരള സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് KSEB വലിയൊരു തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വ്യാപാരികൾ പല കാരണങ്ങളുകൊണ്ടും കടകൾ ഷട്ടർ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് പുതിയൊരു നിയമം കൊണ്ടുവന്നത്. ഒന്ന്, കെട്ടിടങ്ങൾക്ക് 10% റെന്റ് ടാക്സ് വന്നു. അതുപോലെ ഒരുപാട് ടാക്സുകൾക്ക് വിധേയമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരും നിരവധി ടാക്സുകൾ അടക്കുന്ന ജനങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു ഇരുട്ടടി ഇലക്ട്രിസിറ്റി കിട്ടിയിരിക്കുകയാണ്. അത് താങ്ങാനാവാത്തതുകൊണ്ടാണ് വ്യാപാരികൾ തെരുവിലിറങ്ങി ഈ സൂചനാ സമരം നടത്തിയിട്ടുള്ളത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തക്കതായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സമരം കൂടുതൽ ശക്തമായി വ്യാപിച്ചുകൊണ്ട് സർക്കാരിനെതിരായി മുന്നോട്ട് പോകുമെന്ന് വ്യാപാരി വ്യവസായികൾ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് തന്നെ, കച്ചവടക്കാരും പൊതുജനങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് തന്നെ KSEBയുടെ ഇരുട്ടടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വർഷം ഡിസംബറിൽ ഒരു കൂട്ടലും അടുത്ത ജനുവരിയിൽ വേറൊരു കൂട്ടലുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സഹിക്കുന്നതിലപ്പുറമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ബില്ലടച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, പ്രയാസപ്പെടുകയാണ്. ആ പ്രയാസത്തിൻ്റെ മുന്നിൽ വീണ്ടും ഇടുത്തി പോലെ വീണ്ടും മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. ഈ ശതമാനങ്ങൾ കൂട്ടിയാൽ വെറും 12 രൂപ ഈ വർഷവും. അടുത്ത വർഷം എന്ന് പറയുന്നത് ഡിസംബറാണ്. ഈ ഡിസംബറിൽ കൂട്ടിയത് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിയിൽ വീണ്ടും കൂട്ടുമ്പോൾ ഒരുപാട് വലിയ തുക അടക്കേണ്ടി വരും. KSEBക്ക് ഒരു ബദലില്ല എന്നുള്ള രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചനാ സമരത്തിൽ സർക്കാർ മാറ്റം വരുത്തിയില്ലെങ്കിൽ, KSEBയുടെ ഈ ബില്ല് ഈ അധിക ചാർജ് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ സമരമായി മുന്നോട്ട് പോകും. സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇന്നത്തെ ദിവസം ഈ വൈകുന്നേരം എല്ലാ യൂണിറ്റിലും പ്രതിഷേധ പ്രകടനങ്ങളും പന്തംകൊളുത്തി പ്രകടനം നടക്കുകയാണ്. അതിന് പൊതുജനങ്ങൾ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാവണമെന്നും ഇതിനുവേണ്ടി പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.